ദിശ അക്കാഡമി. നമ്മൾ SSC GDന്റെ പ്രീവിയസ് ഇയർ സെഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം 10 ക്വസ്റ്റ്യൻസിനടുത്ത് നമുക്ക് ഫസ്റ്റ് സെറ്റിൽ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. സെക്കൻഡ് സെറ്റ് നമ്മൾ പറഞ്ഞു, അതിലും ഈ പറഞ്ഞ പോലെ 10 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസും എന്താണ്, നമ്മൾ റിലേറ്റഡ് ഫാക്ട്സോട് കൂടി തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതുപോലെ സെക്കൻഡ് സെറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത സെറ്റുമായിട്ട് തീർച്ചയായിട്ടും ഉടനെ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തേർഡ് സെറ്റായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ തേർഡ് സെറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ലാഹോ ഡാൻസ് ഫോം ബിലോങ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്? ലാഹോ എന്ന ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഏത് സ്റ്റേറ്റിലാണെങ്കിലും ലാഹോ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഫോക്ക് ഡാൻസ് ആണ് അല്ലെ. അത് നമുക്ക് എന്താ, ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് 9 ക്ലാസിക്കൽ ഡാൻസ് ആണ്. 9 ക്ലാസിക്കൽ ഡാൻസിൽ പെടുന്നതല്ല ലാഹോ ഡാൻസ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, അതൊരു ഫോക്ക് ഡാൻസ് ആണ് അല്ലെ. അപ്പോൾ ലാഹോ ഡാൻസ് എന്നത് ഏത് സ്റ്റേറ്റിലെ ഫോക്ക് ഡാൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആൻസർ വരുന്നത് മേഘാലയാണ്. ലാഹോ ഡാൻസ് എന്ന് പറയുന്നത് മേഘാലയയിലെ ഡാൻസ് ഫോം ആണ്. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ഡാൻസ് ഫോം ജൈന്ത്യ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് പെർഫോം ചെയ്യുന്നത്. ജൈന്ത്യ കമ്മ്യൂണിറ്റിയാണ് ഈ ലാഹോ എന്ന് പറയുന്ന ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ബഹ്ദേൻക്ലാം എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലവർക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കാം കേൾക്കുന്നത്. ബഹ്ദേൻക്ലാം എന്ന് പറയുന്ന ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡാൻസ് ഫോം ഇവർ പെർഫോം ചെയ്യുന്നത്. ജൈന്ത്യ കമ്മ്യൂണിറ്റിയിൽ തന്നെ ബോത്ത് മെൻ ആൻഡ് വുമൺ എന്താണ്, ഈ ലാഹോ ഡാൻസ് ഫോമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ലാഹോ ഡാൻസ് ഫോം എന്ന് പറയുന്നത് മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഡാൻസ് ഫോം ആണ്. അത് ജൈന്ത്യ കമ്മ്യൂണിറ്റിയിലെ ബോത്ത് മെൻ ആൻഡ് വുമൺ അല്ലെ, ബോത്ത് ജെൻസും അതുപോലെ തന്നെ ഫീമെയിൽസും എന്താണ് അതിൽ പാർട്ട് ആണ്. അതുപോലെ തന്നെ എന്താണ്, ബഹ്ദേൻക്ലാം എന്ന് പറയുന്ന ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് മേഘാലയയിൽ ഈ പറയുന്ന ലാഹോ ഡാൻസ് ഫോം പെർഫോം ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഓപ്ഷൻസും കൂടി ഉണ്ട് അല്ലെ. മണിപ്പൂർ, മഹാരാഷ്ട്ര ആൻഡ് അരുണാചൽ പ്രദേശ്, ആ സ്ഥലങ്ങളിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഡാൻസ് ഫോം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ മണിപ്പൂരിലെ മോസ്റ്റ് ഫേമസ് ആയിട്ട് GDക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതുമാണ് ലായ് ഹറോബ. മണിപ്പൂരിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോം ആണ് ഇത് ലായ് ഹറോബ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോഗോയ് എന്ന് പറയുന്ന ഡാൻസ് ഫോം, അതുപോലെ തന്നെ ചോളം എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്, മണിപ്പൂരത്തെ മറ്റു പല ഫോക്ക് ഡാൻസ് ഫോർമാറ്റുകളാണ്. അതൊക്കെ നമ്മൾ GDക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്, മഹാരാഷ്ട്ര അല്ലെ. മഹാരാഷ്ട്രയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ഫോം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ലാവണി. മഹാരാഷ്ട്രയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ഫോം ആണ് ഇത് ലാവണി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ദിന്തി ഡാൻസ് ഫോം. ദിന്തി എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഒരു ഫോക്ക് ഡാൻസ് ഫോർമാറ്റ് ആണ്. അടുത്തത് ലസിം ആണ്. അപ്പോൾ മണിപ്പൂരിൽ നമ്മൾ 3 ഡാൻസ് ഫോം പഠിച്ചു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും പ്രീവിയസ് ഇയർ ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് എന്താണ്, ലായ് ഹറോബ, ജാഗോയ് ആൻഡ് ചോളം എന്ന് പറയുന്നത്. ഇനി മഹാരാഷ്ട്രയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലവണി, ദിന്തി ആൻഡ് ലസിം. ഇനി ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അരുണാചൽ പ്രദേശ് അല്ലെ. അരുണാചൽ പ്രദേശിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോം ആണ് ഛാലോ എന്ന് പറയുന്നത്. ഏതാണ്, ഛാലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബർദോചാം, അതും എന്താണ്, അരുണാചൽ പ്രദേശിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ഫോമുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ലാഹോ എന്ന് പറയുന്ന ഡാൻസ് ഫോം മേഘാലയത്തിലാണ്. ജൈന്ത്യ കമ്മ്യൂണിറ്റിയിലെ ബോത്ത് മെൻ ആൻഡ് വുമൺ ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള ഡാൻസ് ഫോം ആണത്. അതെന്താണ്, ബഹ്ദേൻക്ലാം എന്ന് പറയുന്ന ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് മേഘാലയയിൽ ഈ ഡാൻസ് ഫോം കണ്ടുവരുന്നത്. ഇനി മണിപ്പൂരിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡാൻസ് ഫോമുകൾ നമ്മൾ പഠിച്ചു, ലായ് ഹറോബ, ജോഗോയ് ആൻഡ് ചോളം എന്നാണ്. പിന്നെ മഹാരാഷ്ട്രയിൽ ഏതൊക്കെയാണ്, ലസിം, ദിന്തി ആൻഡ് ലാവണി. ഇനി അരുണാചൽ പ്രദേശിലേക്ക് വരികയാണെങ്കിൽ ഏതൊക്കെയായിരുന്നു, ഛാലോ ആൻഡ് ബർദോചാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് GDക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ഡാൻസ് ഫോംസ് ആണ് കേട്ടോ. ശരി, അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരുന്നു, മേഘാലയ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് ടു ഇന്ത്യൻ സിംഗർ ടു ഹാവ് പെർഫോംഡ് അറ്റ് റോയൽ ആൽബർട്ട് ഹാൾ, ലണ്ടൻ. ആ ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഈ 2ന്റെ ആവശ്യം ശരിക്കും ഇവിടെ ഇല്ല അല്ലെ. Who among the following is the first Indian singer to have performed at the Royal Albert Hall, London? ഓക്കെ, നമുക്കറിയാം ആശാ ഭോസ്ലെ, ലതാ മങ്കേഷ്കർ, KJ യേശുദാസ്, AR റഹ്മാൻ, ഇവരൊക്കെ എന്താ വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ആണ്, സിംഗേഴ്സ് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഇതിൽ ആൻസർ വരുന്നത് ലതാ മങ്കേഷ്കർ ആണ്.
റോയൽ ആൽബർട്ട് ഹാളിൽ ആദ്യമായിട്ട് 1974 പെർഫോം ചെയ്യുന്ന ഇന്ത്യൻ സിംഗറാണ് ആര്? ലതാ മങ്കേഷ്കർ എന്ന് പറയുന്നത്. ഇനി ലതാ മങ്കേഷ്കറിനെ പറ്റി കുറച്ചും കൂടി അധികം ഇൻഫർമേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവർക്ക് 2001 ഇന്ത്യയിലെ മോസ്റ്റ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്, ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതാണ്? ഭാരത് രത്ന അല്ലെ. 2001 അവർക്ക് ഭാരത് രത്ന കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. 2001. ഇനി 1999 വരുമ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതാണ്? പത്മവിഭൂഷൺ അല്ലെ. 4 സിവിലിയൻ അവാർഡ്സ് ആണ് മൊത്തം ഇന്ത്യയിലുള്ളത്. അതിൽ ഹയസ്റ്റ് ഏതായിരുന്നു? ഭാരത് രത്നയാണ്. സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്നത് വിഭൂഷൺ ആണ്, പത്മവിഭൂഷൺ ആണ്. ഇനി 1969 വരുമ്പോൾ പത്മഭൂഷൺ റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2001 ലതാ മങ്കേഷ്കറിന് ഭാരത് രത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. 1999 പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. 1969 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കൂടി ചോദിച്ചു കണ്ടിട്ടുണ്ട്. 1989 അവർക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, 1989 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 വർഷങ്ങളിൽ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇതുമാണ്. ഭാരതരത്ന കിട്ടിയ വർഷം, അതുപോലെ തന്നെ പത്മവിഭൂഷൺ കിട്ടിയ വർഷവും. ഓക്കെ, ഏതൊക്കെയായിരുന്നു? 2001 ഭാരതരത്ന, 1999 പത്മവിഭൂഷൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്. നമുക്ക് ദിശ അക്കാഡമിയിൽ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഏകദേശം എല്ലാ കോഴ്സുകൾക്കും 50% ഓഫ് കൊടുക്കുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിന് 20,000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ പകുതി, അതായത് 10,000 റുപ്പീസ് നിങ്ങൾക്ക് കോഴ്സ് ആക്സസ് ചെയ്യാവുന്നതാണ്. ദിശ അക്കാഡമിയിൽ എല്ലാ ബ്രാഞ്ചിലും November 25 മുതൽ 30 വരെയാണ് ഈ ഓഫർ നടന്നു പോകുന്നത്. നമുക്ക് ഗ്രേറ്റ് ലേണിംഗ് ഫെസ്റ്റിവൽ ആയിട്ട് 50% ഓഫാണ് എല്ലാ കോഴ്സുകൾക്കും ഉള്ളത്. യൂസ് കൂപ്പൺ കോഡ് GREAT50. GREAT50 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും 50% ഓഫ് ഒക്കെ കിട്ടുന്നതാണ്. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. 50% ഓഫാണ്. November 30 വരെയുള്ളൂ. വേണ്ടത് എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. When a person leaves one job either voluntarily or involuntarily without finding another one, they are known to be dash. എന്താണ് ക്വസ്റ്റ്യന്റെ മീനിങ്? നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യണം അല്ലെ. എന്താണ് ആ ക്വസ്റ്റ്യന്റെ മീനിങ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് പുതിയ ഒരു ജോലി കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് എക്സിസ്റ്റിംഗ് ജോബ്, അതായത് ഇപ്പൊ ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോലി ഞാൻ വിടുന്നു, പക്ഷെ എന്തില്ല, എനിക്ക് പുതിയൊരു ജോലി കണ്ടുപിടിച്ചിട്ടില്ല പുതിയൊരു ജോലി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ജോബിന് അപ്പൊ ഞാൻ എനിക്ക് ജോലി വിടുന്നതിനും പുതിയ ജോലി കണ്ടുപിടിക്കുന്നതിനും ഇടയിൽ ഒരു ടൈം പീരീഡ് ഉണ്ടാവില്ലേ? ആ സമയത്ത് ഞാൻ എന്താണ്? ആ സമയത്ത് ഞാൻ അൺഎംപ്ലോയിഡ് ആണ്, എനിക്ക് വരുമാനമില്ല, ഞാൻ എംപ്ലോയി അല്ല, ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയി അല്ല അല്ലെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റിന്, അങ്ങനത്തെ അൺഎംപ്ലോയ്മെന്റിന് എന്ത് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് വിളിക്കുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് ഈ വോളണ്ടറി അല്ലെങ്കിൽ ഇൻവോളണ്ടറി? ഒരാള് വോളണ്ടറിലിയോ അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ടോ സ്വബോധം കൊണ്ട് അല്ലെങ്കിൽ സ്വമേധയാ അയാൾ ആ ജോലി വിടുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും റീസൺ കൊണ്ട് അയാൾക്ക് ജോലി വിടേണ്ടി വരികയോ ആണെങ്കിൽ പുതിയ ജോലി കണ്ടെത്തുന്നതിനും ആ ജോലി വിട്ടതിനും ഇടയിലുള്ള ടൈം പീരീഡ്, ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ അൺഎംപ്ലോയിഡ് ആയിരിക്കും. ആ അൺഎംപ്ലോയ്മെന്റിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 4 ഓപ്ഷൻസ് ഒന്ന് വിലയിരുത്തി നോക്കാം. എന്താണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്, എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, എന്താണ് സൈക്ലിക്കൽ, അതുപോലെ തന്നെ എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്? ഫ്രിക്ഷണൽ, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, എന്താണ് ഈ 4 ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ശരി, സീസണൽ അൺഎംപ്ലോയ്മെന്റ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ്? ചില ടൈം പീരീഡിൽ ഒരു വർഷത്തെ കണക്കാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 1 ഇയറിൽ തന്നെ ചില ടൈം പീരീഡിൽ മാത്രം എന്താണ്? ലേബറിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ്. ലേബറിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അഗ്രികൾച്ചറൽ സെക്ടറിൽ ഏറ്റവും കൂടുതൽ ലേബേഴ്സിന് ആവശ്യമുള്ള ടൈം എപ്പോഴാണ്? ഒന്നെങ്കിൽ ഈ വിത്ത് വിതയ്ക്കുന്ന സമയം അല്ലെ, അതല്ലെങ്കിൽ വിളവെടുക്കുന്ന സമയം അല്ലെ. സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് പീരീഡിലാണ് ഏറ്റവും കൂടുതൽ പണിക്കാരെ ആ ഒരു പാടത്ത് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ആവശ്യമുണ്ടായിരിക്കും, അഗ്രികൾച്ചർ സെക്ടറിൽ ആവശ്യമുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ഈ അഗ്രികൾച്ചർ സെക്ടറിൽ ഓഫ് സീസൺ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം റൈസ് ആണ് അവരുടെ മെയിൻ ലക്ഷ്യം, അല്ലെങ്കിൽ റൈസ് ആണ് അവരുടെ മെയിൻ പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻ ചെയ്യാത്തൊരു ടൈം പീരീഡ് ഒരു ഓഫ് സീസൺ ഉണ്ടായിരിക്കും അല്ലെ. ആ സീസണിൽ എന്താ ഈ അവിടെ പണിയെടുക്കുന്ന ലേബറേഴ്സിനൊക്കെ എന്തായിരിക്കും? അവർക്കൊന്നും പണി ഉണ്ടാവില്ല, അവർക്കൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല അല്ലെ. അങ്ങനത്തെ സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനത്തെ അൺഎംപ്ലോയ്മെന്റിനെ നമ്മൾ സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു വർഷത്തിലെ ചില ടൈം പീരീഡിൽ മാത്രമാണ് ആ ഒരു വർക്കിന് ഡിമാൻഡ് ഉണ്ടായിരിക്കാതെ നമ്മൾ എന്താ ചെയ്യുക? സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് വിളിക്കുന്നത്.
ഇനി എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? ഫോർ എക്സാമ്പിൾ, ഒരു അഗ്രികൾച്ചർ സെക്ടർ തന്നെ ആവട്ടെ, അവിടെ ഒരു 10 പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം, 10 പേഴ്സൺസ്, ഓക്കെ, 10 പേര് വർക്ക് ചെയ്യുന്നെന്ന് വിചാരിക്കാം. പക്ഷെ എന്താ, ശരിക്കും അവിടെ 8 ആൾക്കാരുടെ ആവശ്യമേ ഉള്ളൂ. ഓൺലി റിക്വയർമെന്റ് ഓഫ് 8 പേഴ്സൺസ് മാത്രമാണ് അവിടെ ആ ഒരു അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയിലുള്ളത്. അപ്പോൾ അവിടെ എന്താ 10 പേര് എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, വിച്ച് മീൻസ് അവിടെ 2 പേര് അധികമാണ് അല്ലെ. അപ്പൊ ഈ 2 പേര് പോയാലും ആ 2 പേര് വർക്ക് ചെയ്താലും എന്താ, ആ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ആ അഗ്രികൾച്ചർ പ്രോപ്പർട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലെ. അവിടെ 8 പേര് വർക്ക് ചെയ്താലും അവിടെ 10 പേര് വർക്ക് ചെയ്താലും എന്താ, പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 പേര് വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും എന്താ, കിട്ടുന്ന ഔട്ട്പുട്ടിലോ കിട്ടുന്ന പ്രൊഡക്ഷനിലോ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു എക്കോണമിയിൽ എന്തൊക്കെ ഉണ്ടാവും, റിസഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, അങ്ങനെ പല പല എക്കണോമിക് ഡൗൺ ടേൺസുകൾ ഉണ്ടാവും അല്ലെ. പല പല രീതിയിൽ എക്കണോമിക് ഫ്ലക്ച്വേഷൻസ്, ഇപ്പൊ ഗ്രാഫ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, എന്താ, വില കൂടും വില കുറയും പിന്നെയും വില കൂടും അല്ലെ. ഈ ടൈമിലൊക്കെ എക്കണോമിക്സിന്റെ ക്ലാസ് നമുക്ക് വരുന്നുണ്ട്. ആ എക്കണോമിക്സിന്റെ ക്ലാസ് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. ഈ കർവുകൾക്കൊക്കെ ഓരോ മീനിങ് ഉണ്ട് അല്ലെ. ഈ വില കൂടുന്നതും അതുപോലെ വില കുറയും, പിന്നെയും എന്താണ്, എക്കണോമി ഡൗൺ ആവും, എക്കണോമി അപ്പ് ആവും, അങ്ങനെ പല പല ഡൗൺ ടേൺസുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്കോണമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ എക്കോണമി മുന്നോട്ട് പോകുന്നതിനിടയിൽ എന്താ, ഒരുപാട് ഡൗൺ ടേൺസുകൾ ഉണ്ടാവും. നമ്മൾ പറഞ്ഞ പോലെ ഈ ഡൗൺ ടേൺസിനിടയിൽ ജോലി നഷ്ടപ്പെടുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി, ഈ കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ എന്താ 10 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 10 ആൾക്കാർ 1,00,000 കാർ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ 10 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ചില സമയത്ത് കാറിന് ഓഫ് സീസൺ ഉണ്ടായിരിക്കും, ചില സമയത്ത് കാറിന്റെ പ്രൊഡക്ഷൻ അത്ര ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ, ആ സമയങ്ങളിൽ ഇവരുടെ ജോലി നഷ്ടപ്പെടും. അതല്ലെങ്കിൽ കാറിന് വില വല്ലാതെ കുറഞ്ഞു, അല്ലെങ്കിൽ കാറിന്റെ പ്രൊഡക്ഷൻ വളരെയധികം അവർക്ക് ആ കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ സമയത്ത് എന്താ, അത്ര ആൾക്കാരെ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കമ്പനിക്ക് യാതൊരുവിധ ഉപയോഗമില്ല. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞ പോലെയാണോ ഇത്? അല്ല. പക്ഷെ ഇവിടെ എന്താണ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റിന്റെ കേസിൽ ആ കാറിന്റെ വില വർധനവ് അല്ലെങ്കിൽ വില ഇടിവ് അല്ലെ, ആ കാറിന്റെ പ്രൊഡക്ഷൻ ഈ എക്കോണമിന്റെ ഡൗൺ ടേൺസിന് ബേസ് ചെയ്തിരിക്കുമ്പോഴാണ് എന്ന് പറയുന്നത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത്ര ആൾക്കാരുടെ റിക്വയർമെന്റ് അവിടെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതെന്തല്ല, എക്കണോമിയുമായി സംബന്ധിക്കുന്ന കാര്യമല്ല, പക്ഷെ എന്താണ്, ആൾക്കാരുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല, ആൾക്കാരുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടല്ല, പക്ഷെ എന്താണ്, എക്കോണമിന്റെ ഡൗൺ ടേൺസ്, എക്കോണമിന്റെ അപ്സും ഡൗൺസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ത്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എക്കണോമിയുടെ ഡൗൺ ടേൺസ് ആണ് എന്ത്, ആ രീതിയിലൂടെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? അതാണ് എന്ത്, നമ്മുടെ ആൻസർ വരുന്നത്. അതായത് എനിക്ക് ജോലി നഷ്ടപ്പെടുന്നതിനും പുതിയൊരു ജോലി കിട്ടുന്നതിനും ഇടയിലുള്ള ടൈം പീരീഡ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പുതിയൊരു ജോലി, ഒരു ന്യൂ ജോബ്, അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ വിചാരിക്കണം എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസിഷൻ ഉണ്ടാവുമല്ലോ, ഈ ജോലിയിൽ നിന്ന് മറ്റേ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലുള്ള ടൈം പീരീഡ്, അതുപോലെ തന്നെ ആ ഒരു ട്രാൻസിഷൻ പീരീഡ്, അതിനാണ് എന്ത് പറയുന്നത്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, സീസണൽ, ഡിസ്ഗൈസ്ഡ്, സൈക്ലിക്കൽ ആൻഡ് ഫ്രിക്ഷണൽ. 4ഉം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? Who became the first Indian to receive the Grand Order of the Chain of Yellow Star in the Republic of Suriname in June 2023? 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. എന്താണ് ഈ ക്വസ്റ്റ്യന്റെ മീനിങ് എന്ന് പറയുന്നത്? അതായത് റിപ്പബ്ലിക് ഓഫ് സറിനേം എന്ന് പറയുന്ന സ്ഥലത്ത്, ആ ഒരു രാജ്യത്ത് എന്താണ്, അവിടുത്തെ ഹയസ്റ്റ് ഓർഡർ അവാർഡാണ് ഇത്, ഈ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതാണ്, ഭാരത് രത്ന അല്ലെ. അതുപോലെ പല പല രാജ്യങ്ങളിലും എന്താ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സും ഹയസ്റ്റ് ഓർഡർ അവാർഡ്സും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനത്തെ ഈ റിപ്പബ്ലിക് ഓഫ് സറിനേം എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് ഇത്, ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ എന്ന് പറയുന്നത്. അത് 2023 ജൂണിൽ ലഭിച്ച വ്യക്തി ആരാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവരൊക്കെ ആരാണെന്ന് അല്ലെ. ഈ ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ആരാണ് രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത്? മോദി ഗവൺമെന്റ്, 3rd മോദി ഗവൺമെന്റിന്റെ അണ്ടറിലെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ആര്, രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത് അല്ലെ, ഡിഫൻസ് മിനിസ്റ്റർ. ഇനി പ്രധാനമന്ത്രിയാണ് ആര്, നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അവർക്ക് എന്താ പ്രധാനമന്ത്രി സ്ഥാനം മാത്രമല്ല, കൂടാതെ 1-2 അധികം സ്പേസ്, അതേപോലെ അറ്റോമിക് എനർജി, അതുപോലെ തന്നെ പെൻഷൻ, ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റ് കൂടി ഉണ്ട്. അതായത് സ്പേസ്, മിനിസ്ട്രി ഓഫ് സ്പേസ്,
മിനിസ്ട്രി ഓഫ് ആറ്റോമിക് എനർജി. ഒരു രാജ്യത്തിനെ സംബന്ധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളാണിത് അല്ലെ. സ്പേസ്, ആറ്റോമിക് എനർജി, അതുപോലെ തന്നെ എന്താ പെൻഷൻ ആൻഡ് പബ്ലിക് ഗ്രീവൻസ്. ഓക്കെ, ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമന്ത്രി എന്നതിലുപരി അദ്ദേഹം നിറവേറ്റുന്ന കടമകൾ. സ്പേസ്, ആറ്റോമിക് എനർജി ആൻഡ് പെൻഷൻ. ഓക്കെ, ഇനി ദ്രൗപദി മുർമു ആൻഡ് ലാസ്റ്റ് വൺ ആരാണ്? അമിത്ഷാ. നമുക്കറിയാം ആരാണ് അമിത്ഷാ എന്ന് പറയുന്നത്? നമ്മുടെ ഹോം അഫയേഴ്സിന്റെ മിനിസ്റ്റർ ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അല്ലെ. ഹോം മിനിസ്റ്റർ ആണ് ആര്? അമിത്ഷാ. കൂടാതെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയുണ്ട്, മിനിസ്ട്രി ഓഫ് കോഓപ്പറേഷൻ, സഹകരണം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് അമിത്ഷാക്ക്? 2 ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്. ഒന്ന് ഹോം അഫയേഴ്സ് ആണ്, മറ്റൊന്ന് കോഓപ്പറേഷൻ ആണ്. ഇനി ദ്രൗപദി മുർമു ആണ് എന്ത് നമ്മുടെ ആൻസർ. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അധികം ഡിസ്കസ് ചെയ്യാതിരുന്നത്. ദ്രൗപദി മുർമു ആണ് നമ്മുടെ ആൻസർ. ദ്രൗപദി മുർമുവിനെ പറ്റി വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ജനിച്ച ഫസ്റ്റ് പ്രസിഡന്റ്. ഓക്കെ, ഫസ്റ്റ് പ്രസിഡന്റ് ടു ബി ബോൺ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡന്റ് ആയ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഇന്ത്യയിൽ ജനിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആര്? ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി അല്ല, പ്രസിഡന്റ് അല്ലെ. അതുപോലെ തന്നെ സെക്കൻഡ് വുമൺ കൂടിയാണ്. പ്രതിഭ പട്ടേൽ ആയിരുന്നു ഫസ്റ്റ് വുമൺ. സെക്കൻഡ് വുമൺ ആണ് ആര്? ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ഓക്കെ, 2 പോയിന്റ്സ് ആണ് നമ്മൾ ദ്രൗപദി മുർമുവിനെ പറ്റി പഠിച്ചിട്ടുള്ളത്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ജനിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആണ്. കൂടാതെ എന്താണ്? പ്രതിഭ പട്ടേലിന് ശേഷം അധികാരത്തിൽ വരുന്ന 2ാമത്തെ വനിത കൂടിയാണ് ആര്? ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ഓക്കെ, 4 ഓപ്ഷൻസ് ആയിരുന്നു. രാജ്നാഥ് സിംഗ് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡിഫൻസ് ആണ്. നരേന്ദ്രമോദി എന്താണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അത് കൂടാതെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളാണ് ഒന്ന് സ്പേസ്, ആറ്റോമിക് എനർജി, അതുപോലെ തന്നെ പെൻഷൻ എന്ന് പറയുന്നത്. ദ്രൗപദി മുർമുവിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ജനിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ പ്രതിഭ പട്ടേലിന് ശേഷം അധികാരത്തിൽ വരുന്ന 2ാമത്തെ വനിതയാണ് അല്ലെ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ആരായിരുന്നു? അമിത്ഷാ ആയിരുന്നു. അമിത്ഷാക്ക് ഇതേപോലെ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒന്ന് ഹോം മിനിസ്റ്റർ ആണ്, അതുപോലെ തന്നെ എന്താ സഹകരണ മന്ത്രി, അതല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കോഓപ്പറേഷൻ. ഓക്കെ, ആൻസർ എന്തായിരുന്നു? ദ്രൗപദി മുർമു ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും ചെറിയൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് SSC GDക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ SSC GDക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന 8075575367 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. SSC GDക്ക് വേണ്ടി മാത്രമുള്ള, അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കൊരു ട്രാക്ക് കിട്ടുന്നില്ല, സിലബസ് എനിക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ദിശ അക്കാഡമിയുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. SSC GDക്ക് വേണ്ടി മാത്രമുള്ള ഓൺലൈൻ കോഴ്സാണ്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഡിമോണറ്റൈസേഷൻ. എന്താണ് ഡിമോണറ്റൈസേഷൻ എന്ന് പറയുന്നത്? നോട്ട് നിരോധനം അല്ലെ. നോട്ട് നിരോധനം എന്ന് പറയുന്നത് ഡിമോണറ്റൈസേഷൻ വാസ് എ ന്യൂ ഇനിഷ്യേറ്റീവ് ടേക്കൺ ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ഡാഷ് ടു ടാക്കിൾ ദ പ്രോബ്ലം ഓഫ് കറപ്ഷൻ, ബ്ലാക്ക് മണി, ടെററിസം ആൻഡ് സർക്കുലേഷൻ ഓഫ് ഫേക്ക് കറൻസി ഇൻ ദ ഇക്കോണമി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഏത് വർഷമാണ് അല്ലെങ്കിൽ ഏത് ടൈം പീരീഡിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഗവൺമെന്റ് ഡിമോണറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനം എന്നുള്ള ഒരു പുതിയ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തത്? ടു ടാക്കിൾ ദ പ്രോബ്ലം ഓഫ് കറപ്ഷൻ, ബ്ലാക്ക് മണി അല്ലെ, കള്ളനോട്ടുകൾ, അതുപോലെ തന്നെ എന്താ സർക്കുലേഷൻ ഓഫ് ഫേക്ക് കറൻസി. അതാണ് എന്ത്? കള്ളനോട്ടിന്റെ ഉൽപാദനം, അതുപോലെ കള്ളനോട്ടിന്റെ പ്രൊഡക്ഷൻ കൂടുതലുണ്ട്. മാത്രമല്ല എന്താ, അത് എക്കോണമിയിൽ വളരെയധികം സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കള്ളനോട്ടിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂടുന്നതോടുകൂടി തന്നെ എന്താ, നമ്മൾ സാധാരണക്കാരാണ് പറ്റിക്കപ്പെട്ടുകൊണ്ടിരുന്നത് അല്ലെ. പല സമയത്തും നമ്മൾ ഇത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ നമ്മളിത് കടയിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുക എന്ത് ഇത് കള്ളനോട്ടാണെന്ന്. നമുക്ക് തന്നവര് ഒരിക്കലും അത് മനസ്സിലാക്കുന്നുണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്തു? ഇന്ത്യൻ ഗവൺമെന്റ്, അതും എന്താണ്, മോദി ഗവൺമെന്റിന്റെ അണ്ടറിലായിരുന്നു ആ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായത്. ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ പറയുന്ന ബ്ലാക്ക് മണിന്റെയും ടെററിസത്തിന്റെയും ഫേക്ക് കറൻസിന്റെയും ഒക്കെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഈ എക്കോണമിയിലുള്ള സർക്കുലേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഡിമോണറ്റൈസേഷൻ എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് അവർ എടുക്കുകയാണ്. ഏത് ടൈം പീരീഡിലാണ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതെന്നാണ് ചോദിക്കുന്നത്. ഏത് ടൈം പീരീഡിലാണ്? നമുക്കറിയാം അല്ലെ, നവംബർ 2016, 2016 നവംബറിലാണ് ഡിമോണറ്റൈസേഷൻ നിലവിൽ വരുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ എന്താണ്, നമ്മളോട് ഓൾറെഡി റീസൺ പറഞ്ഞു. ബ്ലാക്ക് മണി, ടെററിസം, അതുപോലെ തന്നെ എന്താ ഫേക്ക് കറൻസി അല്ലെ. ഇത്രയും കാരണങ്ങളെയൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? 2016 നവംബറിൽ മോദി ഗവൺമെന്റിന്റെ അണ്ടറിൽ ഡിമോണറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നിലവിൽ വരുന്നത്. ഇനി ഏതൊക്കെ നോട്ടുകളായിരുന്നു ഡിമോണറ്റൈസേഷൻ വഴി നിരോധിച്ചിട്ടുണ്ടായിരുന്നത്? 500ന്റെ നോട്ട്, അതുപോലെ തന്നെ 1000ന്റെ നോട്ട്
അല്ലെ? പഴയ 1000 നോട്ട് നമുക്ക് ഓർമ്മയുണ്ടോ? ഇപ്പൊ 2000 നോട്ടുണ്ടായിരുന്നു, അതും എന്ത് ചെയ്തു? നിരോധിച്ചു. ഇപ്പം ഏറ്റവും ഹയസ്റ്റ് ഡിനോമിനേഷൻ ഏതാണ്? 500 നോട്ടാണ് അല്ലെ? അപ്പൊ അന്നത്തെ 500 നോട്ടും അതുപോലെ തന്നെ 1000 നോട്ടും അല്ലെ, ഗാന്ധി സീരീസിൽ വരുന്ന 500 നോട്ടും അതുപോലെ തന്നെ 1000 നോട്ടുമാണ് എന്ത് ചെയ്തത്? അന്ന് ബാൻ ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും മോദി ഗവൺമെന്റ് 500ന്റെയും 2000ന്റെയും നോട്ട് അവര് രണ്ടാമത് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഇഷ്യൂ ചെയ്യുകയും ചെയ്തു, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? 2000 പിങ്ക് കളർ നോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? വീണ്ടും എന്ത് ചെയ്യാണ്? 2000 നോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരതങ്ങ് നിരോധിച്ചു കളഞ്ഞു. ഇപ്പൊ അത് ആക്ച്വലി സർക്കുലേഷനിൽ ഇല്ല അല്ലെ? അപ്പോ 2000 നോട്ട് 500 നോട്ട് ഇഷ്യൂ ചെയ്യുകയുണ്ടായി. പക്ഷെ 2000 നോട്ട് വീണ്ടും എന്ത് ചെയ്തു? അവര് ഡിമോണിറ്റൈസ് ചെയ്തു, അല്ലെങ്കിൽ അവർ ആ ഡിനോമിനേഷൻ എടുത്ത് ഒഴിവാക്കി. ഇനി ഈ 2016 മാത്രമാണോ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നടന്നിട്ടുള്ളത്? അല്ല. ഏതൊക്കെ വർഷങ്ങളാണ്? അതായത് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം, അതായത് 1946 ഇന്ത്യയിലെ ആദ്യത്തെ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 1978 മൊറാർജി ദേശായി ഗവൺമെന്റ് എന്താണ്? അന്ന് ഡിമോണിറ്റൈസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2016 മോദി ഗവൺമെന്റ് ആണ് മൂന്നാമതായിട്ട് ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ നോട്ട് നിരോധനം ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല, മൂന്നാമതായിട്ടാണ് വന്നിട്ട്. 1946 ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നത്. പിന്നെ 1978 അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമതായിട്ടാണ് 2016 നവംബറിൽ ഇത് ലോഞ്ച് ചെയ്യുകയുണ്ടായത് ആസ് എ ന്യൂ ഇനിഷ്യേറ്റീവ്. എന്തിനു വേണ്ടിയിട്ട്? കറപ്ഷൻ, ബ്ലാക്ക് മണി, ടെററിസം പോലത്തെ എന്താ പറയാ ഇല്ലീഗൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഇനിഷ്യേറ്റീവ് സെൻട്രൽ ഗവൺമെന്റ് എടുത്തത് അല്ലെ? നമ്മുടെ ആൻസർ എന്തായിരുന്നു? നവംബർ 2016. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫെസ്റ്റിവൽ ഓഫ് ഗുജറാത്ത്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഗുജറാത്തിലെ ഫെസ്റ്റിവൽ അല്ലാത്തത്? ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ആനന്ദം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ സിനിമയിൽ അതിന് ചെറിയൊരു ഹിന്റ് ഉണ്ട് അല്ലെ? സൺബേൺ ഫെസ്റ്റിവൽ. എന്താണ് സൺബേൺ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? ഈ ആനന്ദം എന്ന് പറയുന്ന മൂവി കണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ലാസ്റ്റിലേക്ക് അവർ ട്രിപ്പ് പോകുന്നുണ്ട് അല്ലെ? ആ ട്രിപ്പിന്റെ ഒക്കെ ലാസ്റ്റിലേക്കായിട്ട് ഏകദേശം ഡിസംബർ 30-31 അവർക്ക് ആ ട്രിപ്പ് വരുന്നത്. ആ സമയത്ത് അവർ ചെറിയൊരു ഫെസ്റ്റിവൽ, ഒരു പാർട്ടിനെ പറ്റി പറയുന്നത്. അതെന്താണ്? സൺബേൺ ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, അതെവിടെയാണ്? ഗോവയിലാണ് നടക്കുന്നത്. ഹയസ്റ്റ് മ്യൂസിക്കൽ അല്ലെങ്കിൽ ഡാൻസ്, മ്യൂസിക്കൽ ആർട്സ് അങ്ങനെ എല്ലാം കൂടി വരുന്ന ഒരു ഭയങ്കര ഫെസ്റ്റിവൽ ആണ് എന്ത്? സൺബേൺ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതിന്റെ ചെറിയൊരു ഹിന്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ആനന്ദം സിനിമയിലുള്ളത്. ബാക്കി മൂന്നും എന്താണ്? ഗുജറാത്തിലെ ഫെസ്റ്റിവൽസ് ആണ്. അതിൽ പേര് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്ത്? ഉത്തരായനം കൈറ്റ് ഫെസ്റ്റിവൽ എന്താ? സ്വാഭാവികമായിട്ടും പട്ടം പറത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആയിരിക്കും അല്ലെ? അതൊരു ഫെസ്റ്റിവൽ പോലെ തന്നെ, ഒരു ആഘോഷം പോലെ തന്നെ കൊണ്ടാടുന്ന സ്റ്റേറ്റ് ആണ് ഇത് ഗുജറാത്ത് എന്ന് പറയുന്നത്. പിന്നെ പാരാഗ്ലൈഡിംഗ് നമുക്കറിയാം, ഒരു അഡ്വഞ്ചർ സ്പോർട്ടാണ് അല്ലെ? ഇനി കച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എന്താണ്? അത് കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഭുജ് എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ? ഡാൻസ്, മ്യൂസിക്, അതുപോലെ തന്നെ ഗുജറാത്തിന്റെ ആർട്ട്, അതുപോലെ തന്നെ അവിടുത്തെ ക്രാഫ്റ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ കൊണ്ടാടുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗുജറാത്തിലെ ഫെസ്റ്റിവൽ അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്താണ്? സൺബേൺ ഫെസ്റ്റിവൽ ആണ് നമ്മുടെ ആൻസർ. അത് എവിടത്തെയാണ്? ഗോവയിലത്തെയാണ് ആ ഫെസ്റ്റിവൽ. എപ്പോഴാണ് നടക്കുന്നത്? ഇയർ എൻഡിലാണ്. പൊതുവെ ഡിസംബർ 30-31 ഓക്കെ, ഇയർ എൻഡിലാണ്, അതും ഡിസംബർ മാസം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. റീഡ് ദ ഫോളോയിങ് അബൌട്ട് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. Green revolution in India refers to a period when Indian agriculture was converted into an industrial system due to adoption of modern methods and technology such as use of HYV seeds, tractors, irrigation facilities, pesticides and fertilizers. എന്താണ് അതിന്റെ മീനിങ്? അതായത് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താണ്? ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിനെ ഒന്ന് എന്ത് ചെയ്തു? മോഡേൺ രീതിയിലേക്ക് പുനഃക്രമീകരിക്കുകയുണ്ടായി അല്ലെ? വീണ്ടും ഒന്ന് റീഅസംബിൾ ചെയ്യുകയുണ്ടായി. എന്തൊക്കെ യൂസ് ചെയ്തിട്ട്? HYV സീഡ്സ്. എന്താ HYV സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? HYV എന്ന് പറഞ്ഞാൽ ഹൈ yielding വെറൈറ്റി അല്ലെ? ഹൈ yield വെറൈറ്റി സീഡ്സിനാണ് നമ്മൾ HYV സീഡ്സ് എന്ന് പറയുന്നത്. ഈ HYV സീഡ്സ് അതുപോലെ തന്നെ ട്രാക്ടേഴ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്തു? ഒന്ന് മോഡേണൈസ് ചെയ്തു. അതായത് പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന മെത്തേഡ്സുകളിൽ നിന്നൊക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഒന്ന് മോഡേണൈസ്ഡ് ആക്കി. അങ്ങനെ ഈ HYV സീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ പറയുന്ന ഈ ഗ്രീൻ റവല്യൂഷന് ഒരു ഇമ്പോർട്ടൻസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് അല്ലെ? അപ്പോൾ എന്താ? നമ്മുടെ ഈ വായിച്ച പ്രകാരം
കറക്റ്റ് അല്ലേ? യെസ്. It was funded by US and Indian government and the Ford and Rockefeller Foundation. ഇന്ത്യയിൽ ഈ പറയുന്ന ഒരു എന്താ പറയുക കൺവെൻഷണൽ സിസ്റ്റം ഫോളോ ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. ഈ രാജ്യത്ത് പെട്ടെന്ന് ഒരു ഇൻഡസ്ട്രിയലൈസേഷനോ ഒരു മോഡേണൈസേഷനോ കൊണ്ടുവരണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വേണം? ഒന്നുകിൽ പുറത്തുനിന്ന് ഫണ്ടിങ് വരണം അല്ലെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി വേണം അല്ലെ. അപ്പൊ എന്താണ്, ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ലേശം കുറവായതുകൊണ്ട് എന്ത് ചെയ്തു, മറ്റൊരു രാജ്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിച്ചു, ഇന്ത്യക്ക് ചെറിയൊരു ഹെൽപ്പ് സ്വീകരിക്കാൻ സാധിച്ചു. അതാണ് എന്ത്, US എന്ന് പറയുന്ന രാജ്യം. സോ ഈ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് US ആണ് ഫണ്ട് ചെയ്തത്. USഉം ഇന്ത്യൻ ഗവൺമെന്റും കൂടി ആണ് എന്ത് ചെയ്തത്, ഗ്രീൻ റെവല്യൂഷന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നു. ഇനിയിപ്പോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. ആദ്യമൊക്കെ PSCയിൽ മാത്രമൊക്കെ ആയിരുന്നു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്താ SSCയിലേക്കും RRBയിലൊക്കെ ചെറിയ രീതിയിൽ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ചായ്വ് കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ അതിന് റൈറ്റ് ആൻസർ പിക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പോൾ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് അതിന്റെ ആൻസർ മാത്രം പഠിക്കാതെ റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, അതിന്റെ കൂടെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളാം. നമുക്കറിയില്ല, ഇൻ കേസ് നമുക്ക് MCQ അല്ല സ്റ്റേറ്റ്മെന്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻ വന്നെന്നുണ്ടെങ്കിലും എന്താ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, ബോത്ത് A and B ആണ് അല്ലെ. ബോത്ത് A and B ആണ് നമ്മുടെ ആൻസർ വരുന്നത്. HYV സീഡ്സിന്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് അല്ലെ. എന്തിന്റെയൊക്കെ പ്രൊഡക്ഷൻ ആണ് ഈ HYV സീഡ്സിലൂടെ ഉണ്ടായിരുന്നത്, റൈസ് അതേപോലെ വീറ്റ് അല്ലെ. ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു. എന്തുകൊണ്ട്, HYV സീഡ്സ് യൂസ് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ അതല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യയുടെ ഈ അഗ്രികൾച്ചർ സെക്ടർ കംപ്ലീറ്റ് ഒന്ന് മോഡേണൈസ് ചെയ്തപ്പോൾ എന്ത് ചെയ്യാൻ സാധിച്ചു, റൈസിന്റെയും വീറ്റിന്റെയും പ്രൊഡക്ഷൻ വല്ലാതെ അങ്ങോട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിച്ചു. വിച്ച് മീൻസ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഗോപിക വർമ്മ റിസീവ്സ് ദ സംഗീത് നാടക് അക്കാദമി അവാർഡ് 2018 ഫോർ ഹർ കോൺട്രിബ്യൂഷൻ ടു ഡാഷ്. ഗോപിക വർമ്മ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയറിന്റെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേരിന്ന് നമുക്ക് ഏകദേശം ഡാൻസിന്റെ ഫോർമാറ്റ് ഗസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് അല്ലെ. ഗോപിക വർമ്മ എന്ത് ടൈപ്പ് ഓഫ് പേരാണ്, ഒരു മലയാളി ടച്ച് ഉള്ള പേരാണ് അല്ലെ. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, കേരളത്തിലൊരു കുട്ടിയായിരിക്കും അല്ലെ, കേരളത്തിലൊരു എക്സ്പോണന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഗോപിക വർമ്മ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ മോഹിനിയാട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ ഡാൻസ് ഫോമാണ്, നമ്മളെ കേരളത്തിലെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. കുച്ചിപ്പുടി എന്താണ്, ക്ലാസിക്കൽ ഡാൻസ് ആണ്. കഥക് എന്ന് പറയുന്നത് UP-യിലാണ്. ഒഡീസി എന്ന് പറയുന്നത് ഒറീസയിലെ ഡാൻസ് ആണ്. കുച്ചിപ്പുടി എവിടുത്തെയാണ്, ആന്ധ്രാപ്രദേശിലെ അല്ലെ. അപ്പോ ഗോപിക വർമ്മ എന്ന് പറഞ്ഞ സ്വാഭാവികമായിട്ടും ഏതിന്റെ ആൻസർ ആയിരിക്കും, മോഹിനിയാട്ടത്തിന്റെ ആൻസർ ആയിരിക്കും അല്ലെ. മോഹിനിയാട്ടം എവിടുത്തെയാണ്, കേരളയിലെ ഡാൻസ് ഫോമാണ്, കേരളയിലെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. കുച്ചിപ്പുടി എന്ന് പറയുന്നത് ആന്ധ്രയിലത്തെയാണ്. കഥക് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. ഒഡീസി എന്ന് പറയുന്നത് ഒറീസയിലെ ഡാൻസ് ഫോമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഈ 4 ഓപ്ഷൻസും നമുക്ക് GDക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ചധികം ആൾക്കാരുടെ പേര് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിന്റെ ആൻസർ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കേട്ടോ. മോഹിനിയാട്ടമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി മോഹിനിയാട്ടത്തിൽ തന്നെ ഗോപിക വർമ്മ അല്ലാതെ, ഗോപിക വർമ്മയെ കൂടാതെ മറ്റു കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. ആ പേര് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓർത്ത് വെച്ചോളാം. ഫസ്റ്റത്തെ ആള് പല്ലവി കൃഷ്ണ. ഓക്കെ, ഫസ്റ്റത്തെ ആള് പല്ലവി കൃഷ്ണ. പിന്നെ വരുന്നത് സുനന്ദ നായർ. സുനന്ദ നായരാണ്. പിന്നെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കലാമണ്ഡലം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണത്തെ പ്രീവിയസ് ഇയർ സെഷനിൽ നമ്മൾ വളരെ വൃത്തിക്ക് ഡിസ്കസ് ചെയ്തതായിരുന്നു. എന്താണ്, ഇതൊക്കെ ഏതൊക്കെ ഡാൻസ് ഫോം ആണ് എന്നൊക്കെ. ഓക്കെ, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഇതൊക്കെ എന്താണ്, മോഹിനിയാട്ടത്തിന്റെ ഡാൻസ് ഫോം. ആരൊക്കെയാണ്, പല്ലവി കൃഷ്ണ. ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. പല്ലവി കൃഷ്ണ, സുനന്ദ നായർ, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. ഇവർ 3 പേര് എന്താണ്, മോഹിനിയാട്ടത്തിലെ എക്സ്പോണൻസ് ആണ്. ഇനി കുച്ചിപ്പുടിയിലേക്ക് വരുമ്പോൾ എന്താണ്, ആരൊക്കെയുള്ളത് അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്, യാമിനി റെഡ്ഡി. അതുപോലത്തെ റെഡ്ഡി പോലെ പേരൊക്കെ കേൾക്കുമ്പോൾ എന്താ, നമുക്ക് സ്വാഭാവികമായിട്ടും കത്തണം ഇത് കുച്ചിപ്പുടിയാണ്. ആന്ധ്രാപ്രദേശിലാണ് റെഡ്ഡിമാരുണ്ടായിരിക്കാം അല്ലെ. അപ്പോ കുച്ചിപ്പുടി ആരൊക്കെയാണ്, ഞാനിപ്പോ ഒരു ആൻസർ ഓൾറെഡി പറഞ്ഞു. ആരായിരുന്നു, യാമിനി റെഡ്ഡി എന്താണ്, കുച്ചിപ്പുടിന്റെ എക്സ്പോണന്റ് ആണ്. പിന്നെ ഭാവന റെഡ്ഡി. പിന്നൊന്ന് ഇന്ദ്രാണി ബാജ്പായ്. ഇതിൽ ഇന്ദ്രാണി ബാജ്പായ് ആണ് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, ആരൊക്കെയായിരുന്നു, യാമിനി റെഡ്ഡി, ഭാവന റെഡ്ഡി, അതുപോലെ തന്നെ ഇന്ദ്രാണി ബാജ്പായ്. ഇനി കഥക് എന്ന് പറയുന്ന ഡാൻസ് ഫോമാണ്. കഥക് എന്ന് പറയുന്ന ഡാൻസ് ഫോമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരൊക്കെയാ, ലച്ചു മഹാരാജ് അല്ലെ. ലച്ചു മഹാരാജ് വിട്ടൊരു കളിയില്ല അല്ലെ. കഥക് ഡാൻസ് ഫോമിൽ ലച്ചു മഹാരാജ്, ബിർജു മഹാരാജ്, ഇവർ രണ്ടുപേരും ചോദിക്കാത്ത ഷിഫ്റ്റുകൾ വളരെ കുറവാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ആരൊക്കെയായിരുന്നു, ലച്ചു മഹാരാജും ബിർജു മഹാരാജും.
അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു പേരാണിത് കുമുദിനി ലാഖിയ എന്ന് പറയുന്നത്. ഓക്കെ, കുമുദിനി ലാഖിയ. ഓക്കെ, കഥക്കിന്റെ എക്സ്പോണൻസ് ആരൊക്കെയായിരുന്നു? ലച്ചു മഹാരാജ്, ബിർജു മഹാരാജ്, അതുപോലെ തന്നെ ആരാ? കുമുദിനി ലാഖിയ എന്ന് പറയുന്നത്. ഇനി ഒഡീസിയിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ആളാണ് ആര്? കേളു ചരൺ മൊഹപത്ര അല്ലെ? ആരായിരുന്നു? കേളു ചരൺ മൊഹപത്ര. ഓക്കെ, പിന്നെ വരുന്ന ആരാ? രഘുനാഥ് ദത്ത. രഘുനാഥ് ദത്ത. ഇതൊക്കെ എന്താണ്? ഇത് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ലിസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ജി ഡിക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കാണുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓപ്ഷൻസിന്റെ പേരുകൾ കൂടി, ഓപ്ഷൻസിന്റെ കൂടെയുള്ള റിലേറ്റഡ് ഫാക്ട്സ് കൂടി പറഞ്ഞിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് ആൻസർ എന്താ? മോഹിനിയാട്ടം മാത്രമാണ് അല്ലെ? അപ്പൊ വേണമെങ്കിൽ മോഹിനിയാട്ടം മാത്രം പറഞ്ഞു പോകാം. അത് ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലച്ചു മഹാരാജ്, ബിർജു മഹാരാജ്, യാമിനി റെഡ്ഡി ഒക്കെ എന്താ ഫ്രീക്വന്റ് ആയിട്ട് ജി ഡിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, നമ്മുടെ ആൻസർ എന്തായിരുന്നു? മോഹിനിയാട്ടമായിരുന്നു നമ്മുടെ ആൻസർ. ഓക്കെ, ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യൻ പ്ലെയർ ജ്വാലഗുട്ട? ജ്വാലഗുട്ട എന്ന് പറയുന്ന ഇന്ത്യൻ പ്ലെയർ ഏത് സ്പോർട്സുമായി അസോസിയേറ്റ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് ആണോ? അല്ല. ഹോക്കി ആണോ? അല്ല. ടേബിൾ ടെന്നീസ് ആണോ? അല്ല. അപ്പൊ ഏതാണ്? ബാഡ്മിന്റൺ ആണ്. ജ്വാലഗുട്ട ഈസ് ഫേമസ് ഫോർ ബാഡ്മിന്റൺ. ഇനി ഇവരെ പറ്റി വേറൊരു കാര്യം ചോദിക്കാറുള്ളത് അർജുന അവാർഡ്. അർജുന അവാർഡ് എന്താണ്? സ്പോർട്സിന്റെ ഫീൽഡിലല്ല, സെക്കൻഡ് സെറ്റ് ഓഫ് അവാർഡാണ് അല്ലെ? സെക്കൻഡ് ഹയസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡാണ് ഇത് അർജുന അവാർഡ് എന്ന് പറയുന്നത്. അതെന്താണ്? ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. വർഷം ഓർത്തിരിക്കുക, 2011. 2011 സെക്കൻഡ് സ്പോർട്സിലുള്ള സെക്കൻഡ് ഹയസ്റ്റ് അവാർഡാണ് അർജുന അവാർഡ്. അർജുന അവാർഡിന്റെ 2011 റെസിപ്പിയന്റ് ആയിരുന്നു ആര്? ജ്വാലഗുട്ട. ഷീ ഈസ് എ ബാഡ്മിന്റൺ പ്ലെയർ. ഓക്കെ, നമ്മുടെ ആൻസർ എന്തായിരുന്നു? ബാഡ്മിന്റൺ ആയിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് സാരംഗി? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആരാണ് സാരംഗിയുമായി അസോസിയേറ്റ് ചെയ്യാത്തത്? ഓക്കെ, ഉസ്താദ് ബിന്ദ് ഖാൻ. ഇതെന്താണ്? സാരംഗി പ്ലെയർ ആണ് അല്ലെ? സാരംഗി പ്ലെയർ ആണ് ആര്? ഉസ്താദ് ബിന്ദ് ഖാൻ എന്ന് പറയുന്നത്. ഇനി രമേശ് മിശ്രയും എന്താണ്? സാരംഗി പ്ലെയർ ആണ്. ഷാക്കൂർ ഖാൻ എന്താണ്? സാരംഗി പ്ലെയർ ആണ്. നമുക്ക് സാരംഗി പ്ലെയർ അല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ? നിഖിൽ ബാനർജിയാണ്. ഓക്കെ, നിഖിൽ ബാനർജി എന്തിന്റെ പ്ലെയർ ആണ്? ഏത് മ്യൂസീഷ്യൻ, ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് നിഖിൽ ബാനർജി യൂസ് ചെയ്യുന്നത്? സിത്താർ ആണ് അല്ലെ? സിത്താർ ആണ് യൂസ് ചെയ്യുന്നത്. സിത്താർ യൂസ് ചെയ്യുന്ന മറ്റു പല ആൾക്കാരും ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, ആരൊക്കെയായിരുന്നു? സാരംഗി യൂസ് ചെയ്യുന്നത് 3 ആൾക്കാരായിരുന്നു. ഉസ്താദ് ബിന്ദ് ഖാൻ, രമേശ് മിശ്ര ആൻഡ് ഷാക്കൂർ ഖാൻ. ഓക്കെ, ഇനി നിഖിൽ ബാനർജി എന്തായിരുന്നു? സിത്താർ ആയിരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ നിഖിൽ ബാനർജിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസിന്റെ സെറ്റും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ എന്താ 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ അടുപ്പിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട എന്ന് വിചാരിച്ചാണ് GK നമ്മൾ വളരെ 10-15 ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് വളരെ ചെറിയ സെറ്റുകളായിട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലെ സെറ്റ് 4 ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, ഹാപ്പി ലേണിംഗ്. ബൈ.